എല്ലാവർക്കും സ്നേഹപൂർണമായ നമസ്കാരം. ഇന്നത്തെ ഈ സജ്ജന സംഗമത്തിൽ മുമ്പ് തന്നെ ഞാൻ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് തുടരാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ 13ാമത്തെ എപ്പിസോഡാണ്. ഭഗവത്ഗീതയിലെ സാഖ്യയോഗമാണ് പരാമൃഷ്ടമായിരിക്കുന്ന വിഷയം. സാഖ്യയോഗത്തിൽ, അതായത് ഭഗവത്ഗീതയിലെ 2ാം അധ്യായത്തിൽ അർജുനനുണ്ടായ വിഷാദത്തെ ശമിപ്പിക്കാൻ ഭഗവാൻ ചികിത്സ തുടരുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് 50ാമത്തെ ശ്ലോകമാണ്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃതദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. യോഗഃ കർമ്മസു കൗശലം എന്താണത്? ഹേ അർജുന, ജ്ഞാനമാർജിച്ചവൻ, അറിവ് നേടിയവൻ കർമ്മഫലമായി വരുന്ന പുണ്യപാപങ്ങളെ രണ്ടിനെയും ഒരുപോലെ ഉപേക്ഷിക്കണം. കർമ്മഫലമായിട്ട് വരുന്നത് ഒന്നുകിൽ പുണ്യമായിരിക്കും അല്ലെങ്കിൽ പാപമായിരിക്കും. കർമ്മത്തിൻ്റെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചായിരിക്കുമല്ലോ അതിൻ്റെ ഫലം വരുന്നത്. അതിൻ്റെ സ്പീഷീസ് ഏതാണോ അതനുസരിച്ചാണ് അതിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. രാവിലെ ചക്ക ഉണ്ടാവും, തെങ്ങിൽ തേങ്ങ ഉണ്ടാവുന്നുള്ളൂ, നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഏത് കർമ്മത്തിനും അതിൻ്റേതായ ഒരു ഫലം, അത് പുണ്യമായാലും പാപമായാലും, സുഖവും സംതൃപ്തിയും നൽകുന്ന അവസ്ഥയായാലും, സന്താപ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായാലും, ഈ പറയുന്ന ഒരു ഫലം ഉണ്ടാവും. ഏത് കർമ്മത്തിനും ഉള്ളതാണ്. അത് സുഹൃതമാകട്ടെ ദുഷ്കൃതമാകട്ടെ വരും. ഈ രണ്ടിനെയും ഒരുപോലെ ഉപേക്ഷിക്കാൻ കഴിയണം ജ്ഞാനം ആർജിച്ചിരിക്കുന്നവൻ, ജ്ഞാനം നേടിയ ആള് എന്നർത്ഥം, ജ്ഞാനിയായ ആള് എന്നർത്ഥം. ജ്ഞാനയോഗം കുശലമായ കർമ്മം കൊണ്ടേ സിദ്ധിക്കുകയുള്ളൂ. വളരെ കുശലമായ സമർത്ഥമായ രീതിയിൽ കർമ്മം കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ ജ്ഞാനയോഗം സാധ്യമാകുന്നുള്ളൂ എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതിന് സമത്വ ബുദ്ധി ഉദിക്കണം. അപ്പോൾ പുണ്യത്തിനോടോ പാപത്തിനോടോ പ്രത്യേക പ്രതിപത്തി ഒന്നും ഉണ്ടാവുകയില്ല ഈ ജ്ഞാനിക്ക്. അങ്ങനെ ഉണ്ടായാൽ അവിടെ സമത്വം ഉണ്ടാവുകയുമില്ല. അതായത് ഏതെങ്കിലും പ്രതിപത്തി എന്തിനോടെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ സമത്വം എന്ന ഗുണം ഉണ്ടാകുകയുമില്ല. അതുകൊണ്ട് ജ്ഞാനമാർജിച്ചവൻ കർമ്മഫലമായിട്ട് വരുന്ന പുണ്യപാപങ്ങൾ രണ്ടിനെയും ഒരുപോലെ ത്യജിക്കണം, പരിഗണിക്കരുത് എന്നാണ്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃതദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം. കുശലമായ കർമ്മമാണ്, സമർത്ഥമായ കർമ്മമാണ്. കർമ്മജം ബുദ്ധിയുക്തോ ഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്തി അനാമയം. പദം ഗച്ഛന്തി അനാമയം. അനാമയം പദം ഗച്ഛന്തി. അനാമയമാണ്, ആമയമില്ലാതെ. എന്താണത്? മനീഷികളായ ആളുകൾ, വളരെ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകൾ, യുക്തമായ ബുദ്ധിയോടുകൂടി കർമ്മത്തെയും ആ കർമ്മത്തിൻ്റെ ഫലങ്ങളെയും പരിഗണിച്ച് ജീവിക്കുന്ന ആൾ, മനീഷികളായ ആളുകൾ കർമ്മഫലത്തെ ത്യജിച്ച്, കർമ്മത്തിൻ്റെ ഫലത്തെ ഉപേക്ഷിച്ചിട്ട് ജന്മബന്ധങ്ങളെ എല്ലാം അതിജീവിച്ച്, അപ്പം ജന്മബന്ധങ്ങൾ വേണ്ടി വരുന്നത് കർമ്മഫലത്തോടുള്ള ആധമർണ്യമാണ്, വിധേയത്വമാണ് എന്നാണ് ഭാവം. അങ്ങനെ ജന്മബന്ധങ്ങളെല്ലാം അതിജീവിച്ച് അനാമയമായ, ഒരാമയവുമില്ലാത്ത, ഒരു ദുഃഖവുമില്ലാത്ത, ദുഃഖരഹിതമായ, അഴലുകളൊന്നും ഏശാത്ത, അഴലേശാത്ത പദത്തെ
അനാമയമായ പദത്തെ അഥവാ ബ്രഹ്മത്തെ, ആ പദമാണ് ബ്രഹ്മം, ആ ബ്രഹ്മത്തെ പ്രാപിച്ചു കൊള്ളണം. ബ്രഹ്മപദം അനാമയമാണെന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ദുഃഖവും അവൾ ബ്രഹ്മപദ പ്രാപ്തി മൂലം ഉണ്ടാകുന്നില്ല, പ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നില്ല എന്നാണ്. കർമ്മത്തിലോ കർമ്മഫല പ്രതീക്ഷയിലോ അല്ല കാര്യം, അതൊരു കാര്യമില്ല. കർമ്മത്തിലോ കർമ്മത്തിൻ്റെ ഫലത്തിലോ ഒരു പ്രതീക്ഷയും വെച്ചിട്ടൊരു കാര്യമില്ല. ബ്രഹ്മപദപ്രാപ്തി ഉണ്ടാവുക എന്നതിലാണ് പരമമായ പ്രാധാന്യം ഒരു ജന്മത്തിൽ ഉണ്ടാകേണ്ടത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം. ജീവന്റെ അഥവാ ജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കുടികൊള്ളുന്നത് അവിടെയാണ്, ബ്രഹ്മപദപ്രാപ്തി. ഏത് ജീവന്റെയും, വിശേഷിച്ച് മനുഷ്യജീവന്റെ, ജഡഭരതനെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ജീവന്റെ അഥവാ ജന്മത്തിൻ്റെ ആത്യന്തികമായ സമ്പൂർണമായ ലക്ഷ്യമെന്ന് കുടികൊള്ളുന്നതെന്ന് പറയുന്നത് ഈ ബ്രഹ്മപദ പ്രാപ്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ബ്രഹ്മപദം പ്രാപിക്കാനാണ് അർജുന നീ ശ്രമിക്കേണ്ടത്. നിന്റെ ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരമായി ഭവിക്കും അങ്ങനെ ആയാൽ എന്നാണ്. യഥാതേ മോഹകലിലം ബുദ്ധർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. കർമ്മത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന മനോമാലിന്യങ്ങളെല്ലാം നീങ്ങി അവിടം അന്ധകരണം അല്ലെങ്കിൽ മനസ്സ് അന്ധകരണം ശുദ്ധമാകുമ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാറ്റിലും നിർമ്മമത്വം അഥവാ വൈരാഗ്യം ഉണ്ടാകും. വൈരാഗ്യം, വിരാഗത ഉണ്ടാകും, രാഗഹീനത ഉണ്ടാകും. ശത്രുത്വമല്ലത്, രാഗഹീനത, പ്രതിപത്തിയില്ലായ്മ ഉണ്ടാകും, നിർമ്മമത്വം ഉണ്ടാകും. കർമ്മകാമജങ്ങളായ കർമ്മം, കാമം എന്നിവയിൽ നിന്ന് ജനിക്കുന്ന കർമ്മകാമജങ്ങളായ മാലിന്യങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുഃഖ ക്രോധാദി വിക്ഷോഭങ്ങളെല്ലാം, ദുഃഖമായാലും ക്രോധമായാലും ലോഭമായാലും മതമായാലും മാത്സര്യമായാലും ഇതൊക്കെ. അപ്പോൾ ദുഃഖ ക്രോധാദി എന്ന് പറയുമ്പോൾ ഈ ഷഡൂർമികൾ വരാതെ വരും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന 6 ദോഷങ്ങളും വരും. അത് ആദി എന്നുള്ള ഒരു പ്രയോഗം വരുന്നത് ദുഃഖ ക്രോധാദി വിക്ഷോഭങ്ങൾ എന്നത് ഇതെല്ലാമാണ്, 6 കൂടെയാണ്. വിക്ഷോഭങ്ങളെ ഉണ്ടാക്കുന്നത് ഈ കർമ്മത്തിൽ നിന്നും അല്ലെ കർമ്മങ്ങളിൽ നിന്നും കാമങ്ങളിൽ നിന്നും ജനിക്കുന്ന മാലിന്യങ്ങളാണ്. അപ്പോൾ അത് മാലിന്യങ്ങളാണ്, മലിനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണം. അവ പിന്നെ പോകണം നമ്മൾ പറയും, പക്ഷെ അത് അത്ര വേഗം നമ്മിൽ നിന്ന് അകന്നു പോകുമോ? അതങ്ങനെ വേഗം കഴുകിക്കളയാൻ നമുക്ക് കഴിയുമോ? അതാണ് വിഷമം. സാധാരണ മനുഷ്യർക്കൊന്നും അത്ര എളുപ്പം കഴിയാത്ത കാര്യമാണ് കാമകർമ്മജങ്ങളായ മാലിന്യങ്ങളെ മനസ്സിൽ നിന്ന്, അന്ധകരണത്തിൽ നിന്ന് കഴുകിക്കളഞ്ഞ് അവിടം സർവശുദ്ധമാക്കി നിലനിർത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ അസംഭാവ്യമായി തന്നെയാണ് നമുക്ക് തോന്നുക. പക്ഷെ അത് വേണം എന്നാണ് ഭഗവത് അഭിപ്രായം. ഭഗവൻ മതം അതാണ്. ശ്രുതി പ്രതിപന്നാദേ യഥാസ്ഥസ്യതി നിശ്ചല സമാധാവചല ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്ന തേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധി തഥാ യോഗം അവാപ്സ്യസി. വിവിധങ്ങളായ തത്വാർത്ഥ വിചാരങ്ങൾ ആരിലുണ്ടോ, ഏത് വിഷയമാണ് ശരിയെന്നും ഏത് വിഷയമാണ് തെറ്റെന്നും വേർതിരിക്കാനാവാതെ ബുദ്ധി കുഴങ്ങി നിൽക്കും. അങ്ങനെയുള്ളവർക്ക് വിവിധങ്ങളായ തത്വാർത്ഥ വിചാരങ്ങൾ കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട് ഓരോന്നിനെയും പരിശോധിച്ച് നോക്കും. പരിശോധന നടക്കുമ്പോൾ എല്ലാത്തിലും അല്പം ശരി കാണും, എല്ലാത്തിലും അല്പം തെറ്റ് കാണും. അപ്പോൾ അതിൽ ഏതാണ് സ്വീകാര്യം, ഏതാണ് അസ്വീകാര്യം, ഏതാണ് തിരസ്കാര്യമായിട്ടുള്ളത് എന്ന് സംശയം വരും. അങ്ങനെ ഒരു ബുദ്ധിപരമായ ഒരു കുഴച്ചിൽ ഉണ്ടാകും
വിവിധങ്ങളായ തത്വാർത്ഥ വിചാരങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരവസ്ഥയിലാണ് അർജുനൻ നിലകൊള്ളുന്നത് എന്ന് വ്യക്തമാക്കുന്നു ഭഗവാൻ. എല്ലാ മനുഷ്യരിലും ഈ വിധത്തിൽ സന്ദിഗ്ധാവസ്ഥ, സംശയകലുഷിത കഷായിതമായ അവസ്ഥ, ഇതി കർത്തവ്യത, മൂഢത, എന്താണോ സ്വീകരിക്കേണ്ടത്, എന്താണോ തിരസ്കരിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ, ഈ സന്ദിഗ്ധാവസ്ഥ ഉണ്ടാവാറുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. എപ്പോഴാണോ ബുദ്ധി നിയന്ത്രിതമായും നിശ്ചലമായും ഇരിക്കുന്നത്, അതായത് പരമാത്മാവിൽ ഉറയ്ക്കുന്നത്, ഈശ്വരനിൽ ഉറച്ചു നിൽക്കുക, ഉറയ്ക്കുന്നത്, അപ്പോൾ നീ യോഗാവസ്ഥയെ പ്രാപിക്കും അർജുന. വേദങ്ങളിൽ ചർച്ചിതമായ വിഷയങ്ങളുടെ ന്യായാന്യായങ്ങളോ അവയിലെ ലൗകികതയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വിഷയങ്ങളോ ധാരാളമായി ഉള്ളതുകൊണ്ട് അവയുടെ സഗുണ നിർഗുണ ഭാവങ്ങളെ നിർണ്ണയിക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്കൊക്കെ ഒരു ചിന്താക്ലാന്തി, ചിന്താജഡ്യത ഉണ്ടാകുന്നത്. വൈദിക വിഷയങ്ങൾ ലൗകികതയോട് കൂടുതൽ അടുത്ത് നിൽക്കുകയാണ്. നിർവേദ വിഷയത്തിൽ, മോക്ഷ വിഷയത്തിൽ അവ പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ബ്രഹ്മനിഷ്ഠയ്ക്കുള്ള യോഗ്യത ആരെങ്കിലും നേടിയാൽ പിന്നെ ആരുരുക്ഷു എന്ന പദത്തിലും അത് കഴിഞ്ഞ് ബ്രഹ്മഭാവത്തിലെത്തി ആരൂഢൻ എന്ന അവസ്ഥയിലും എത്തുമത്രേ. ആരൂഢൻ എന്നും ആരുരുക്ഷു എന്നും രണ്ടാവസ്ഥ. ബ്രഹ്മനിഷ്ഠയ്ക്കുള്ള യോഗ്യത ആരാണോ നേടുന്നത്, അത് നേടിയാൽ ആ നേടുന്നയാൾ ആരുരുക്ഷുവായി മാറുന്നു. അത് കഴിഞ്ഞാൽ ബ്രഹ്മപദത്തിലെത്തി ആരൂഢൻ എന്ന അവസ്ഥയിൽ എത്തും. ഈ രണ്ട് രീതിയിൽ, ഈ രണ്ട് വിഷയങ്ങൾ നമ്മുടെ വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഏറെ സ്പഷ്ടമായി പറയുന്നത് ഭഗവത്ഗീതയിൽ മാത്രമാണ്. ഇനി തുടർന്ന് വരുന്ന ഒരു വാക്കുണ്ട്, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അത് ഭഗവത്ഗീത മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. മറ്റെവിടെ നോക്കിയാലും അങ്ങനൊരു പദം പ്രയോഗിച്ചിട്ടുള്ളതായി കാണുന്നില്ല. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന, സ്ഥിതപ്രജ്ഞസ്യ ലക്ഷണം ക എന്നാണ് എന്താണ് ലക്ഷണം എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് വരും. കാ ഭാഷ എന്ന് പറയുന്നുണ്ട്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ എന്ന് പറയും. അപ്പോൾ അത് വരട്ടെ, ഞാൻ വരെ പറയാം. അപ്പോൾ ഈ വൈദികമായ വിഷയങ്ങൾ ലൗകികതയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നിർവേദ വിഷയത്തിൽ അവ പൂർണ്ണമായി സ്വീകരിക്കാൻ ഈ ജ്ഞാനിയായ ആളിനെ സംബന്ധിച്ചിടത്തോളം കഴിയാതെ വരുന്നു. ബ്രഹ്മനിഷ്ഠയ്ക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് ആരുക്ഷു എന്ന പദത്തിൽ എത്തുക എന്നുള്ളതാണ്. ഈ ആരുക്ഷു എന്ന പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മഭാവത്തിലേക്കാണ് എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനി ആരൂഢൻ എന്ന പേരിലാണ് അറിയപ്പെടുക. ഇത്രയും പറഞ്ഞ് കേട്ടപ്പോഴാണ് അർജുനന് സംശയം പൊട്ടിമുളയ്ക്കുന്നു. അർജുനൻ സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്തെന്നും അയാൾ എങ്ങനെയായിരിക്കുമെന്നും ഭഗവാനോട് ചോദിക്കുകയാണ്. ഇതാണ് സ്ഥിതപ്രജ്ഞൻ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ആ സ്ഥിതപ്രജ്ഞൻ. ഭഗവത്ഗീതയിൽ മാത്രമേ ഈ വാക്ക് ഇങ്ങനെ കാണുന്നുള്ളൂ. മറ്റെവിടെയും പ്രയോഗിച്ചതായിട്ട് അനുഭവമില്ല. പലയിടങ്ങളിലും നോക്കിയെങ്കിലും അതൊന്നും കാണുന്നില്ല. സ്ഥിതപ്രജ്ഞൻ, സ്ഥിതമായ പ്രജ്ഞയുള്ളവൻ, പ്രജ്ഞ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നവൻ ആരോ അവൻ, ആ ഒരവസ്ഥ എന്നുള്ളത്, ആ ഒരു വാക്ക് പ്രയോഗിക്കുന്നത് ഭഗവത്ഗീതയിൽ മാത്രമാണ്. അത് 54-ാമത്തെ ശ്ലോകത്തിലാണ് അത് പറയുന്നത്. അത് ഇങ്ങനെയാണ്: സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ. സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീഹി കിം പ്രഭാഷയത കിം ആസീത വ്രജേത കിം. അയാൾ, ഇങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനി, അയാൾ
ഒരിടത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണോ, അതോ സദാ സഞ്ചരിക്കുമോ, അതോ മൗനിയായിരിക്കുമോ? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യം. ഈ സ്ഥിതപ്രജ്ഞനായ ആള്, ഈ ബ്രഹ്മജ്ഞാനിയായ ആള്, ബ്രഹ്മപദപ്രാപ്തിയിലെത്തിയ ആരൂഢൻ എന്ന് പറയുന്ന ആള്, ആരുരുക്ഷമായി ചമഞ്ഞൊടുവിൽ ആരൂഢനായി മാറിയ ഈ സ്ഥിതപ്രജ്ഞനായ ആള് ഒരിടത്ത് തന്നെ അങ്ങ് ഇരിക്കുകയാണോ, എഴുന്നേറ്റ് പോവില്ലേ, അതോ സദാ സഞ്ചരിക്കുമോ, സംസാരിക്കുമോ, മറ്റാളോട് ട്രാൻസാക്ഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ, വിനിമയം ഉണ്ടാകുമോ, ആശയവിനിമയം ഉണ്ടാകുമോ, സമ്പർക്കം ഉണ്ടാകുമോ, സഹവാസം ഉണ്ടാകുമോ, ഇതുള്ള കാര്യങ്ങൾ. സംസാരിക്കുമോ, സംസാരിയായിരിക്കുമോ, അതോ മൗനിയായിരിക്കുമോ? അവധൂതൻ ലക്ഷണം പോലെ മൗനേ മൗനി ഗുണി ഗുണവാൻ പണ്ഡിതോ പണ്ഡിതസ്യാൽ എന്ന് പറയുന്നത് പോലെ മൗനിയായിരിക്കുമോ? അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പറയുന്നു, ആ പറയുന്നത് സ്ഥിതപ്രജ്ഞ എന്ന ശബ്ദത്തിൻ്റെ സമ്പൂർണമായ ഒരു വിശദീകരണമാണ്. ഇനിയുള്ള 18 ശ്ലോകങ്ങളിൽ ഗീതാകാരൻ ഈ ശബ്ദം ഉപയോഗിക്കുന്നു, സ്ഥിതപ്രജ്ഞൻ എന്നുള്ളത്. അത്രയും അടുത്ത് മാത്രമേ അത് വരുന്നുള്ളൂ. ഗീതാകാരൻ മാത്രമേ ഈ ഒരു ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഈ 18 ശ്ലോകങ്ങൾക്കകത്താണ് ഉപയോഗിക്കുന്നത്. സ്ഥിതപ്രജ്ഞന് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ, വിടുതൽ ഉണ്ടാകുന്നുള്ളൂ. ബന്ധാദികളിൽ നിന്നുള്ള സമ്പൂർണമായ വിടുതലാണ്. നിസ്സംഗമായ ഒരവസ്ഥയിൽ എത്തിച്ചേരുകയാണ്. നിത്യസായുജ്യത്തിനുള്ള യോഗ്യത സമ്പാദിക്കുന്ന അവസ്ഥയാണ്. സായുജ്യമാണ്, സായുജ്യമല്ല, സായുജ്യമാണ് വാക്ക്. ആളുകൾ സാധാരണ പറയാറുള്ളത് സായുജ്യം സായുജ്യം എന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. സായുജ്യം, അതാണ് വാക്ക്. 55-ാമത്തെ ശ്ലോകം ഭഗവാന്റെ ഈ വാക്കുകൾ അടങ്ങി വാക്കുകളാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ, പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ, സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മനീയേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞ തദോച്യത്തെ. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞഃ തദോച്യത്തെ. തദാ ഉച്യത്തെ, തദോച്യത്തെ. മനസ്സിൽ സർവഭോഗങ്ങളെക്കുറിച്ചുമുള്ള ആശകളെ നിശേഷം ഉപേക്ഷിച്ചിട്ട്, എന്തെങ്കിലുമൊക്കെ ഒരല്പം ആശ മനുഷ്യ മനസ്സിലുണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. എത്ര സന്യസ്തമായ മനസ്സുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ശാന്തമായ ശമാവസ്ഥയിരിക്കുന്നെന്ന് പറഞ്ഞാലും, മനസ്സിൻ്റെ ഉള്ളിൽ അടിയൊഴുക്കുകളായി ഉണ്ടാകുന്ന ചിന്തകളുടെ അടിസ്ഥാനമായി പലപ്പോഴും ഏതെങ്കിലും വിധത്തിലുള്ള ഇച്ഛാരീതികൾ നിലനിന്നു വരാം. ആ ഇച്ഛാരീതികളുടെ അവസ്ഥാന്തരങ്ങൾ നിർണ്ണയിക്കാനാണ് പലപ്പോഴും കഴിയാത്തത്. എത്ര ആഗ്രഹങ്ങളില്ലെന്ന് പറഞ്ഞാലും ആഗ്രഹിക്കാതിരിക്കുന്നു, യുക്തിശാസ്ത്രപരമായി പറഞ്ഞാലാണ്, തർക്കശാസ്ത്രപരമായി പറഞ്ഞാലാണ് അത്. എത്ര ആഗ്രഹിക്കാതിരിക്കുന്നു എന്ന് പറയുന്നതും ഒരാഗ്രഹം തന്നെയാണ്. ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതും കൂടെ ഒരു ചെയ്ത്താണെന്ന് പറയുന്നില്ലേ, അതുപോലെ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു കർമ്മം തന്നെയാണ്. യുക്തിശാസ്ത്രത്തിൻ്റെയോ തർക്കശാസ്ത്രത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അത് വിശകലനം ചെയ്യുമ്പോൾ അത് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ശൂന്യമായ ഒരവസ്ഥ ഇല്ലെന്ന് പറയുന്നത്. ശൂന്യം എന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഒന്നുമില്ലാതിരിക്കുന്നു എന്ന് പറയുന്നത് ശൂന്യതയ്ക്കെതിരാണ്. അതാണ് അവിടെ. അപ്പോൾ ആ ശൂന്യം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഈ തർക്കം അല്ലെങ്കിൽ യുക്തിബോധം ഇവരോട് രൂപപ്പെടുന്ന ആശയങ്ങൾക്ക് ഒരുപാട് വിശദീകരണം വേണ്ടി വരുന്നു പലപ്പോഴും. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. പ്രജഹാതി യഥാ കാമൻ സർവൻ പാർത്ഥ മനോഗതാൻ ആത്മനീയേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞ തദോ ഉച്യത്തെ എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മനസ്സിൽ സർവഭോഗങ്ങളെക്കുറിച്ചുമുള്ള ആശകളെ നിശേഷം ഉപേക്ഷിച്ച് ബാഹ്യമായ ഇടപെടലുകളൊന്നും ഇല്ലാതെ സ്വന്തം ആത്മാവിൽ അഭിരമിക്കുന്നത് ആരാണോ അയാളാണ് സ്ഥിതപ്രജ്ഞൻ.
അതാണ്. ഒരു ബാഹ്യമായ ഇടപെടലുകളൊന്നും ഉണ്ടാവില്ല. ഒന്ന് തൊട്ടാൽ അറിയാതിരിക്കുക, പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, നോക്കിയാൽ കാണാതിരിക്കുക. ഇന്ദ്രിയ സംവേദ്യമായ ചോദനകളൊന്നും അലട്ടാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരാൾ ആരാണോ അയാളാണ് ചിത്തപ്രജ്ഞൻ. ആത്മാവിവേകം കൊണ്ട് നിശ്ചലപ്രജ്ഞനായിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, തുടർന്നും പറയുന്നുണ്ട് ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് തുടർന്ന് പറയുന്നത്? 56-ാമത്തെ ശ്ലോകം അത് തുടർന്ന് പറയുന്നു, അവിടെ തീരാതെ പറയുന്നു. എന്താണ് പറയുന്നത്? ദുഃഖേഷു അനുദിഗ്ധമനാഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനി ഉച്യത്തെ. അതാണ് ദുഃഖങ്ങളിൽ, ആ ദുഃഖങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സുഖമാകട്ടെ, ദുഃഖേഷു സുഖേഷു, ഏതായാലും ദുഃഖമായാലും സുഖമായാലും അതിൽ രാഗമോ പ്രതിപത്തിയോ ആസക്തിയോ ഭയമോ ക്രോധമോ ഏതുമാകട്ടെ, ഇവയിലേക്കൊന്നും ചിത്തം, കാരണം തോന്നിപ്പിക്കുന്നതാണ്. ചേതതി ഇത് ചിത്തമാണല്ലോ, തോന്നിപ്പിക്കുന്നതാണ്. ആ തോന്നിപ്പിക്കുന്നുണ്ട് തോന്നാതിരിക്കുക. ചിത്തം വ്യതിചലിക്കാതിരിക്കണം, വ്യതിചലിക്കരുത്. ജീവൻ വികാരങ്ങൾക്കും വൃത്തികൾക്കും അടിപ്പെടരുത് എന്നർത്ഥം. അതാണ് ശരിയായ അർത്ഥം. അപ്പോൾ സുഖം ദുഃഖമൊക്കെ വരും, നമുക്ക് ധാരാളമായി വരും. രാഗം വരാം, ഭയം വരാം, ക്രോധം വരാം, അതേതുമാകട്ടെ. ഇവയിലേക്കൊന്നും ചിത്തം വ്യതിലിക്കാൻ പാടില്ല. എന്ത് വന്നാലും അതിലേക്ക് നമ്മുടെ മനസ്സ് വ്യാപരിക്കാതിരിക്കുക. അതാണ് അർജുന വേണ്ടത്. അങ്ങനെ വ്യതിചലിക്കാതിരുന്നാൽ മാത്രമേ ജീവൻ വികാരങ്ങൾക്കും വൃത്തികൾക്കും അടിപ്പെടാതെ ശ്രേഷ്ഠ പദവിയിൽ എത്തിച്ചേരുകയുള്ളൂ. അത് എങ്ങനെയാണ്? പ്രകൃതിയിലെ ഒരു ജീവിയെ ആസ്പദമാക്കിയാണ് ഉദാഹരിക്കുന്നത് ഭഗവാൻ. ചുറ്റിലും കാണുന്നതാണ് ഉദാഹരണമായി വരുന്ന വസ്തുക്കളൊക്കെ. യഥാ സംഹരതേ ചായം കൂർമ്മോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. യഥാ സംഹരതേ ചായം ച അയം കൂർമ്മോ അംഗാനീവ സർവശഃ. കൂർമ്മഃ അംഗാനീവ, കൂർമ്മോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആരാണ് ഈ കൂർമ്മം? ആമ. ആദ്യത്തെ ഉഭയജീവികളിൽ ഒന്ന്. ഇന്നും അത് ഉഭയജീവിയായി തുടരുന്നു. എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടും ഈ ജീവിവിശേഷത്തിനൊന്നും, പല ജീവിവിശേഷങ്ങളിലും മാറ്റങ്ങളില്ലാതെ അതുപോലെ തന്നെ തുടരുകയാണ്. പരിണാമ പ്രക്രിയയുടെ ഇടയിൽ ഉഭയജീവി സങ്കല്പത്തിൽ നമ്മുടെ മുമ്പിൽ ആദ്യം എത്തുന്നത് ആമ എന്ന വിശേഷപ്പെട്ട ജീവി തന്നെയാണ്. മറ്റാളുകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? കൈയും കാലും തലയകത്തേക്ക് വലിച്ചിട്ട് ഒരു പാറ പോലെ, ഒരു കല്ല് പോലെ അവിടെ കിടക്കും. ആരുടെയും ഒരു സാമീപ്യമില്ല, സാന്നിധ്യമില്ല, ഉപദ്രവമില്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ തലയും കൈയും കാലും ഒക്കെ വെളിയിലിട്ടതിൽ ഇഷ്ടംപോലെ സഞ്ചരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യൂ. അപ്പോൾ ആമ എങ്ങനെയാണോ തൻ്റെ അംഗങ്ങളെ ബാഹ്യമായ ഇടപെടലുകളിൽ നിന്ന് മാറ്റി നിർത്തി സ്വയം രക്ഷാകവചമായി തൻ്റെ പുറന്തോടിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അതുപോലെ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ, ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടണം. അങ്ങനെ ആരാണോ ചെയ്യുന്നത്, തൻ്റെ ഇന്ദ്രിയങ്ങളെ ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിർത്താൻ ആർക്കാണോ കഴിയുന്നത്, അയാളാണ് സ്ഥിതപ്രജ്ഞൻ. പ്രപഞ്ചത്തെ മറന്നുകൊണ്ട് പ്രജ്ഞാശേഷി മുഴുവനും ആത്മാവിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരാൻ കഴിയണം, ആവാഹിച്ച് നിർത്താൻ കഴിയണം. ബാഹ്യമായ ഇടപെടലുകൾ നമുക്ക് ഒരുപാടുണ്ടാവും. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ആമയെ പറഞ്ഞത്. അത് രക്ഷിക്കാനായാലും ശിക്ഷിക്കാനായാലും ഉപദ്രവിക്കാനായാലും വരുന്ന പല പല ബാഹ്യമായ ഇടപെടലുകളുണ്ടാവും. നമുക്കെല്ലാം ഉണ്ടാവില്ല അങ്ങനെ.
ഏതെല്ലാം തരത്തിലുള്ള ബാഹ്യമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ആയുസ്സിൻ്റെ ഈ ഓരോ ദളങ്ങളും ഇങ്ങനെ കൊഴിഞ്ഞ് നമ്മുടെ ആയുസ് ഇങ്ങനെ അറ്റുപോകുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല. എത്രയോ തരത്തിലുള്ള ഭൗതികവും അഭൗതികവും ഒക്കെയായ ധാരാളം അനുഭവ സംഘാതങ്ങളുടെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഇടപെടലുകൾ ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ സംഘാതങ്ങളിലൂടെ കടന്നു വരുന്ന ആ അവസ്ഥ കൊണ്ട് വരുന്ന ചേഷ്ടാപരമായ ഒരവസ്ഥ, ചലനാത്മകമായ ഒരവസ്ഥ ആരുടെ ജീവിതത്തെയാണ് സ്വാധീനിക്കാതിരിക്കുന്നത്? പക്ഷെ അതുണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലും ഭൗതികമായ ചലനപ്രചലനങ്ങളിലൊന്നും ആവേഗങ്ങളിലൊന്നും സ്വാധീനങ്ങളിലൊന്നും വിഷയങ്ങളിലൊന്നും ചെന്നുപെടാതെ, എങ്ങോട്ടും ചെന്നുപെടാതെ അതിനെയെല്ലാം അകറ്റി നിർത്തി തൻ്റേതായ നിലയിൽ ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് തൻ്റെ ഇന്ദ്രിയങ്ങളെ മോചിപ്പിച്ച് പ്രപഞ്ചത്തെ മറന്നുകൊണ്ട്, ഈ പ്രപഞ്ചം എന്നതിനെ തന്നെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് പ്രജ്ഞാശേഷി മുഴുവനായും തൻ്റെ ആത്മാവിലേക്ക് ആവാഹിച്ച് നിർത്താൻ കഴിയുന്നവൻ ആരാണോ അവനാണ് ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ഒരു വലിയ വ്യാഖ്യാനമാണ് ഇതിന് കൊടുക്കുന്നത് ഭഗവാൻ. കാരണം വ്യാസൻ തന്നെ ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവരികയാണല്ലോ. അതിനു മുമ്പ് ആരും ഉപയോഗിക്കാത്ത ഒരു വാക്കിനകത്ത് വേദാന്ത സാരസർവസ്വമായ അല്ലെങ്കിൽ ബ്രഹ്മപദ പ്രാപ്തിക്ക് അർഹമായ ഒരു മനുഷ്യാത്മാവിനെ സൃഷ്ടിക്കുക എന്നുള്ള നിശ്ചിതമായ ലക്ഷ്യം ഭഗവത്ഗീതയിൽ അർജുനനിലൂടെ ഭഗവാൻ സാധിക്കുകയാണ്. അതാണ് വ്യാസൻ ചെയ്ത ഒരു പരിപാടി. വ്യാസന്റെ രചനാപരമായ കൗശലം അതീവ സങ്കീർണമായ അവസ്ഥകളെ പോലും തികച്ചും അനായാസവും സ്വാഭാവികവുമായ നിലയിൽ ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭഗവത്ഗീതയിലായാലും മഹാഭാരത ഇതിഹാസത്തിൽ മുഴുവനിലായാലും നമുക്ക് കാണാമത്. വ്യാസന്റെ ദർശനങ്ങളിലെല്ലാം ഇതുണ്ട്. വ്യാസന്റെ എല്ലാ കൃതികളിലെല്ലാം ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വ്യാസന്റെ സിദ്ധാന്തം, വ്യാസമീമാംസയുടെ ഉത്തരമീമാംസയുടെ സവിശേഷമായ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ പ്രഖ്യാതമായ സ്വീകാര്യത എന്താണെന്നും വളരെ വ്യക്തമായി സൂക്ഷിച്ച് പ്രയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം. അപ്പോൾ യഥാ സംഹരതേജായം കൂർമ്മോ അംഗാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥ്യേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. തസ്യ പ്രജ്ഞ, അവൻ്റെ പ്രജ്ഞയാണ് പ്രതിഷ്ഠിതമായുള്ളത്, പ്രതിഷ്ഠിതമായുള്ളത്, ഉറച്ചത് എന്നർത്ഥം. അപ്പോൾ ബാഹ്യമായ ഇടപെടലുകളെല്ലാം മോചിപ്പിച്ച് പ്രപഞ്ചത്തെ തന്നെ മറന്നുകൊണ്ട് പ്രജ്ഞാശേഷി മുഴുവനായി ആത്മാവിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ ആരാണോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളാണ് അർജുന സ്ഥിതപ്രജ്ഞൻ. അയാൾക്ക് ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ടി വരില്ല. ഒരു തരത്തിലുള്ള ദുഃഖം അയാളെ അലട്ടുകയില്ല. ബ്രഹ്മപദ പ്രാപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ദുഃഖമാണ്? അവിടെ സുഖദുഃഖങ്ങൾക്കും അപ്പുറമുള്ള ഒരവസ്ഥയാണുള്ളത്. സുഖവും ദുഃഖവും എപ്പോഴും വരുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ നിലപാടുകളുടെ സ്വീകാര്യതയെ ആലോചിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന വൈകാരികത കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആ വൈകാരികത സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അവിടെ ദുഃഖം എന്താണ്, സുഖം എന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണ്, അങ്ങനെ നമ്മൾ പറയുന്ന ദ്വന്ദ്വങ്ങൾ ഓരോന്നും പറയുന്നതൊന്നുമില്ല. അവസ്ഥയാണ് പറയുന്നത്. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസഭർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ്, വാക്ക്, പാണി, വായു, ഹസ്തംഗുദം, ഇങ്ങനെ പറയുന്ന മനസ്സ്, ഇങ്ങനെ 11 ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നമ്മുടെ ശാരീരികമായ പ്രക്രിയകളൊക്കെ നടക്കുന്നത്. എല്ലാ നിലയിലും ഈ പ്രക്രിയകളിലൂടെയാണ്. തൊട്ടറിയുന്നു, നാക്ക്, മൂക്ക്, ഓരോ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ വ്യാപാര വിനിമയ ശേഷി എന്തൊക്കെയാണെന്നും നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഈ ത്വക്ക്, നാക്ക്, മൂക്ക്, ത്വക്ക്, നാക്ക്, മൂക്ക്, ചെവി, കണ്ണ് എന്ന് പറയുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, വായു, ഉപസ്ഥംഗുദം എന്ന് പറയുന്ന
ആ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നുകൊണ്ട് 5, 5, 1, 10, 5, 5, 10, 1, 11 ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങൾ വിഷയാഹാരികളാണ്, വിഷയത്തെ ആഹരിക്കുന്നവരാണ്. എന്താ ആഹരിക്കുക? സ്വീകരിക്കുക. ആഹാരം അതാണ്. നമ്മുടെ ഭക്ഷണം നമ്മൾ പറയല്ലോ, ആഹാരം നമ്മൾ സ്വീകരിക്കുന്ന സാധനമാണ്. സ്വീകരിക്കുമെങ്കിൽ എന്ത് ചെയ്യും? തിരസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ ആഹരിച്ചാൽ അതേ ഇന്ദ്രിയങ്ങളിൽ തന്നെ വിഷയത്തെ ഉന്മൂലനം ചെയ്യാനും കഴിയണം. വരിക പോവുക, ആയാതം ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവ്വം അപേക്ഷണീയം. വരികയും ചെയ്യും, പോവുകയും ചെയ്യും. അവ വന്നുപോയിരിക്കുന്നവ. അവ ഇന്ദ്രിയങ്ങളെ വിഷയാഹാരിത്വം കൊണ്ട് എപ്പോഴും നിറച്ചു വയ്ക്കരുത്. അവയെ ദേഹികൾ ജയിക്കണം. ദേഹത്തിനകത്ത് വസിക്കുന്നതെന്തോ അതാണ് ദേഹി. അങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നത് കൊണ്ട് ശബ്ദാദി വിഷയങ്ങൾ ബാധിക്കുകയില്ലെങ്കിലും മനസ്സ് ആസക്തിയുള്ളതായി തുടരും. ഇതല്ലേ കുഴപ്പം? ഇന്ദ്രിയങ്ങളെ നമുക്കൊക്കെ കുറേയൊക്കെ പറഞ്ഞ് അനുസരിപ്പിക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളല്ലേ. എടാ തൊട്ടാ നീ അറിയരുത്, എടേ കണ്ണേ നീ കണ്ടാൽ മനസ്സിലാക്കരുത് കേട്ടോ, ചെവി നീ കേൾക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ മനസ്സ് നിരാസക്തമാകാൻ എളുപ്പമാണോ? ആസക്തിയുള്ള സാധനമാണ് ഈ മനസ്സ്. എവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ആർക്കും. ഇന്നടത്താണ് മനസ്സിരിക്കുന്നത്, തലയിലിരിക്കുന്നോ, വയറ്റത്തിരിക്കുന്നോ, നെഞ്ചത്തിരിക്കുന്നോ, കയ്യിലിരിക്കുന്നോ, കാലിലിരിക്കുന്നോ, വിരലിരിക്കുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ശരീരത്തിൽ മുഴുവൻ ഒരു പ്രതിഭാസമായി നിലകൊള്ളുന്ന ഒന്നാണ് ഈ മനസ്സ്. അതിന് ആസക്തി ഉണ്ടായിരിക്കും എപ്പോഴും. അത് നിരാസക്തമാക്കാൻ കഴിയണം. മനസ്സ് സദാ വിഷയങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. എത്ര ഞാൻ ഇനി അതേക്കുറിച്ച് വിചാരിക്കുന്നില്ല, ഇനി ഞാൻ വിചാരിക്കുകയില്ല, ഞാൻ വിചാരിക്കുന്നില്ല എന്നൊന്ന് പറഞ്ഞു നോക്കിയത് വിഷയത്തെ അതായിരിക്കും മുമ്പിൽ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഞാനത് മറക്കാൻ ശ്രമിക്കുക, എനിക്കത് വേണ്ട, ഞാൻ മറക്കും എന്ന് വിചാരിച്ചു നോക്കൂ, എന്താ സംഭവിക്കുക? അത് തന്നെ പിന്നെ വളരെ കണ്ണാടി തെളിയുന്നത് പോലെ തെളിഞ്ഞു വരും. അതാണ് മനസ്സിൻ്റെ ഒരു വിശേഷം. മനസ്സിനെ അനുസരിപ്പിക്കാൻ കഴിയണം. കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന് ആണ് മനസ്സെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു കടിഞ്ഞാണില്ല അതിൻ്റെ രസസൂത്രം പൊട്ടിക്കിടക്കുകയാണ് എല്ലാ ആളുകളിലും വിഷയാസക്തി കൊണ്ട്. അപ്പം മനസ്സ് ആസക്തിയുള്ളതായി തുടരും. അത് സദാ വിഷയങ്ങളെ അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമെന്ന അർത്ഥം. ഇതുമൂലം വിഷയങ്ങളിൽ രസപ്രതിപത്തി വരുന്നു. വിഷയങ്ങളുടെ സത്താവിശേഷമായ അവസ്ഥകളിലേക്ക് മനസ്സ് പോകുന്നു. അതുകൊണ്ട് മനസ്സ് അവയെ ഓർത്തുകൊണ്ടിരിക്കും. അതിനാൽ മനസ്സിനെ ഇവയിൽ നിന്നെല്ലാം മോചിപ്പിച്ച് പ്രജ്ഞാസ്ഥൈര്യം ആർജിക്കണം. അപ്പം പ്രജ്ഞ സ്ഥിരമായിരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. ആരാലും കഴിയാത്ത ഒരു കാര്യമെന്ന് നമ്മളെല്ലാവരും കരുതി വയ്ക്കുന്ന കാര്യമാണ് മനോനിയന്ത്രണം. മനസ്സിനെ നിയന്ത്രിക്കാൻ ആർക്കാണോ കഴിയുന്നത്, ആ കഴിയുന്ന ആളിനെയാണ് ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കാൻ കഴിയുക. അയാളുടെ പ്രജ്ഞ സ്ഥിരമായിരിക്കും എന്നർത്ഥം. അർജുന, നീ അതാണ് പ്രാപിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.